ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളുടെ മനസ്സിലെ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇനിയിപ്പൊ ആലോചിച്ച് അവരെ ഐശ്വര്യയുടെ അച്ഛനും അമ്മയും അല്ലാന്ന് മാത്രം നിങ്ങൾ പറയരുത്. വലിയ കാര്യത്തില് അർജുൻ സാറ് സ്നേഹിച്ച് കെട്ടിയിട്ട് അവസാനം ആ കുട്ടി തനിസ്വരൂപം പുറത്തു കാണിച്ചാൽ എന്ത് ചെയ്യും? ചിലപ്പോ എന്റെ തോന്നലായിരിക്കും, പാവമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. ഞാൻ ചന്ദ്രമ്മയോട് മറ്റൊരു കാര്യം പറയാനിരിക്കുമായിരുന്നു. എന്താ മോളെ? ഞാനും അമ്മയും ഉടനെ ഇവിടുന്ന് പോവും. എത്ര നാളാണെന്ന് കരുതിയ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? എത്ര കാലം വേണേലും നിക്കാലോ. നിങ്ങളെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെ മേഡം പറയുന്ന കേട്ട് വിഷമിക്കാനാണെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. മേഡം അങ്ങനെ ഒരു സ്വഭാവക്കാരിയാ. അതൊന്നും അല്ല ചന്ദ്രമ്മ. മറ്റേതെങ്കിലും നാട്ടിൽ ചെന്ന് ഒരു ചെറിയ വാടക വീട് സംഘടിപ്പിക്കണം. ഞാനും അമ്മയും ഇവിടെ സുരക്ഷിതമായിട്ട് കഴിയുമ്പോഴും അച്ഛൻ ഒരു ആശ്രയവും ഇല്ലാതെ മറ്റെവിടെയോ ജീവിക്കുവോ? പലയിടത്തായിപ്പോയി ഞങ്ങള്. അതിനൊരു പരിഹാരം കാണണം. നിങ്ങളോട് ഇവിടുന്ന് പോകരുതെന്ന് ഞാൻ പറയില്ല. അതിനുള്ള അവകാശമൊന്നും എനിക്കില്ല. നിങ്ങള് എപ്പോഴും ഇവിടെ ഉള്ളത് തന്നെയാ എന്റെ സന്തോഷം. എങ്കിലും പോകാനൊരു ഇടമില്ലാതെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങരുത്. വാടക വീടെടുത്ത് നിങ്ങളെല്ലാവരും ഒരിടത്ത് താമസിക്കുന്നത് നല്ലതാ. നിങ്ങൾക്ക് പറ്റിയൊരു വീട് വേണം. അതിന് വാടക കൊടുക്കാനുള്ള വരുമാനവും വേണം. ഇതെല്ലാം കണ്ടുവെക്കാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ അവസാനം ഒന്നുമില്ലാതായി പോവും മോളെ. ഒരു നിമിഷത്തെ തോന്നലിൽ ഇറങ്ങിപ്പോണെന്നൊക്കെ തോന്നും. പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. നിന്റെ അമ്മയുടെ അതേ സ്ഥാനം നീ എനിക്ക് തരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല, തുമ്പിമോളുടെ കാര്യം പിന്നൊന്നും അറിഞ്ഞില്ലല്ലോ. അല്ല, അന്വേഷിച്ചിട്ട് കണ്ടില്ലല്ലോ. അവളെ ഒന്ന് കണ്ടുപിടിച്ചാ അവളോടൊപ്പം നിങ്ങൾക്കും പോവാല്ലോ. ചേച്ചി കുറെ നാള് മുന്നേ വിളിച്ചിരുന്നു. അത് ചന്ദ്രമ്മയോട് പറയാൻ മറന്നുപോയതാ. ചേച്ചിയുടെ കോഴ്സ് കഴിഞ്ഞ് ചേച്ചി ഇപ്പൊ ട്രെയിനിങ്ങിലാ. ബാംഗ്ലൂരിലാണെന്നാ പറഞ്ഞത്. ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ ജോലിയാവും. അപ്പോ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, പിന്നെന്തിനാ അതിനിടയ്ക്ക് ഇവിടുന്ന് പോകുന്നതും വാടക വീടെടുക്കുന്നതും ഒക്കെ? അവള് തിരിച്ചു വരുന്നത് വരെ നിങ്ങൾക്ക് ഇവിടെ നിന്നാ പോരെ? വെറുതെ എന്തിനാ വാടക വീടൊക്കെ എടുത്ത് കാശ് കളയുന്നേ? എനിക്കൊന്ന് കാണണമെന്നുണ്ട് അവളെ. സീത വളർത്തിയ മോളല്ലേ, എന്തായാലും പാവമായിരിക്കും. അയ്യോ, കാര്യം പറഞ്ഞിരുന്ന സമയം പോയി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഭദ്രേട്ടാ, എന്താ കുഞ്ഞോളെ വിശേഷം? വിവാഹ കാര്യങ്ങളൊക്കെ എന്തായി? നിശ്ചയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് ഇഷ്ടമാകാതെ അല്ലേ ഭദ്രേട്ടന് അവസാനം ഇവിടുന്ന് പോയത്. സംഭവം ഈ വിവാഹം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഇപ്പൊ എന്റെ ആ തീരുമാനം മാറ്റി. അത് പറയാനാ കുഞ്ഞുമോളെ ഞാനിപ്പോ വിളിച്ചത്. നിന്റെ തീരുമാനം തന്നെ നടക്കട്ടെ. അർജുൻ എന്തുകൊണ്ടും പറ്റിയ പെണ്ണ ഐശ്വര്യ തന്നെ. നമ്മൾ എത്രയൊക്കെ കിടന്ന് തലകുത്തി പറഞ്ഞാലും ദൈവം തമ്പുരാന്റെ തീരുമാനമല്ലേ അവസാനം നടക്കൂ. അതുകൊണ്ട് ഞാനിപ്പോ ഒരു എതിർപ്പും പറയുന്നില്ല.
ആ പിന്നെ കുഞ്ഞോളെ, പെണ്ണിന്റെയും വീട്ടുകാരുടെയും ചുറ്റുപാടൊക്കെ തിരക്കായിരുന്നു നീ. ആ ഞാൻ കുടം തിരിഞ്ഞിരിക്കുന്നോണ്ട് ഒന്നും തിരക്കിയില്ല. എന്റെയും കൂടി ഈ ഉത്തരവാദിത്വമാണല്ലോ അത്. കുടുംബ മഹിമയൊക്കെ ഉണ്ടോ? ഭദ്രേട്ടന് അറിയാലോ എന്റെ നെറ്റ്വർക്കുകളെയൊക്കെ പറ്റി. ആ ഒന്നും തിരക്കാതെയും അറിയാതെയും ഞാൻ എന്റെ മോനെ കൊണ്ട് ഐശ്വര്യയെ വിവാഹം ചെയ്യിക്കൂ. ഉം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാനിത് നടത്തുന്നത്. ആ എന്നാ സാരമില്ല. കുഞ്ഞോളും നല്ലോണം തിരക്കില്ലല്ലേ, അത് മതി. ഹും. ആ പിന്നെ നിശ്ചയത്തിന് ഞാനും നിലു അനസൂയം വരുന്നുണ്ട്. അവർക്ക് ഒരേ വാശി വരണമെന്നേ. ഏറ്റവും കൂടുതൽ വാശി അനസൂയിക്ക. ആ എന്നാ പിന്നെ കുടുംബസമേതം ഞങ്ങൾ അങ്ങ് എത്തിയേക്കാം. വയ്ക്കട്ടെ. ആ, ഉം. രമേ, ആ? നിന്നോട് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാ. ഐശ്വര്യയുടെ അച്ഛനും അമ്മയും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അവര് രഹസ്യങ്ങൾ ഒളിപ്പിക്കട്ടെ, അതിന് നമുക്കെന്താ? നമുക്കും ഇല്ലേ രഹസ്യങ്ങൾ? അതുപോലെ എന്തെങ്കിലും അവർക്കും കാണും. അത് നമ്മൾ എന്തിനാ നോക്കുന്നേ? അങ്ങനെയല്ല, അവരുടെ രീതിയും സംസാരവും ഒക്കെ വേറെ പല രീതിയില. നീ ശ്രദ്ധിച്ചില്ലേ? മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ. ദേ, ഞാനൊരു കാര്യം പറയാം. നമുക്ക് വേണ്ടത് ഐശ്വര്യയാണ്. അവളുടെ കാര്യം മാത്രം അറിഞ്ഞാ മതി. ഉം. അവളുടെ അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവം നോക്കി നടക്കേണ്ട കാര്യമില്ല. ഈ നിശ്ചയം കഴിഞ്ഞ ഉടൻ അവർ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിപ്പോവും. ആ അതുവരെ അവരെ ഒന്നും പറഞ്ഞ് പിണക്കിയേക്കരുത്. നിങ്ങളുടെ സംശയമൊക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. അതിനി എല്ലാവരോടും പറഞ്ഞ് അവരെ കൂടി കൺഫ്യൂഷൻ ആക്കരുത്. നിങ്ങളുടെ മനസ്സിലെ ഇങ്ങനൊക്കെ ഉള്ളതുകൊണ്ടാ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇനിയിപ്പൊ ആലോചിച്ച് അവരെ ഐശ്വര്യയുടെ അച്ഛനും അമ്മയും അല്ലാന്ന് മാത്രം നിങ്ങൾ പറയരുത്.